وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم واجهروا به إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നിരന്തരമായി നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് തബാറക്കയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 10 ആയത്തുകൾ പഠിച്ചു. ഇന്ന് ഇൻഷാ അള്ളാഹ് 11 മുതൽ 14 വരെയുള്ള 4 ആയത്തുകളാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അവസാന ആയത്തുകളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് നാം മനസ്സിലാക്കി. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാതെ അവിശ്വാസികളായി ജീവിച്ചാൽ ശാശ്വതമായി നാളെ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്നും നാളെ നരകത്തിലേക്ക് കൂട്ടമായി വലിച്ചെറിയപ്പെടുന്ന സമയം നരകത്തിന്റെ കാവൽക്കാരാകുന്ന ആളുകൾ ആ അവിശ്വാസികളോട് കൃത്യമായി ചോദിക്കപ്പെടും. കാരണം അവർ ചെയ്ത തെറ്റുകൾ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാനുണ്ടായ കാരണം അവരുടെ നാവിലൂടെ തന്നെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുക. നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നില്ലേ, എന്നിട്ടും എന്തേ നിങ്ങൾ ഈ നരകത്തിൽ എത്തിയത് എന്ന ചോദ്യമായിരിക്കും അവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറയുക, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു, വരാത്തത് കൊണ്ടല്ല ഞങ്ങൾ നിഷേധികളാവുകയും ആ പ്രവാചകന്മാരെ അവർ വഴികേടിലാണെന്നും അള്ളാഹു ഇറക്കിയതൊന്നുമല്ല ഇത് എന്ന ദാക്ഷ്യത്തിന്റെ വാക്കുകൾ, നിഷേധത്തിന്റെ വാക്കുകൾ അവർ പറയുമെന്നും മാത്രവുമല്ല കുറ്റബോധം അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുമെന്നാണ് 10-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. അന്ന് ആ പ്രവാചകന്മാർ പറഞ്ഞതിനനുസരിച്ച് അത് കൃത്യമായി കേൾക്കാനും അത് ചിന്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, നല്ല നിലയ്ക്ക് ഞങ്ങൾ അതിനെ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കത്തിജ്വലിക്കുന്ന ഈ നരകത്തിന്റെ വിറകുകൾ അതിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല എന്ന് അവർ ഖേദപ്രകടനം നടത്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കുറ്റസമ്മതം നടത്തിയാലും ഒരിക്കലും ഒരു രക്ഷയും അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കിയാണ് 11-ാമത്തെ ആയത്ത്. فاعترفوا بذنبهم فسحقا لأصحاب السعير. فاعترفوا بذنبهم. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റങ്ങളെല്ലാം ഏറ്റു പറയുന്നതാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ദുനിയാവിൽ നിന്ന് ചെയ്ത ഒരൊറ്റ തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ദുനിയാവല്ല, അത് ലോകം വേറെയാണ്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ടുള്ള നരകത്തിലേക്ക് അവരെ പറഞ്ഞയക്കുക. എല്ലാവിധ സാക്ഷികളും അവിടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല, ഞങ്ങൾ അവിടെ ആ ഹറാമുകൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അവിടെ അതൊന്നും നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ മാത്രമുള്ള ഒരു തെറ്റുകളും ഞങ്ങൾ ദുനിയാവിൽ നിന്ന് ചെയ്തിട്ടില്ല എന്നവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അവരുടെ കുറ്റം എല്ലാം കൃത്യമായി ഏറ്റു പറയും. മലക്കുകളോട് എല്ലാം പറയും, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആ തെറ്റുകൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾ അവരെ ആക്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവന്റെ മാനസികമായി അവരെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട്, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ തെറ്റുകളും എന്ത് ചെയ്യും? എല്ലാം അവർ ഏറ്റു പറയും. അപ്പോൾ ശാപം ശക്തമായ നരകത്തിന്റെ ആളുകൾക്ക്, നരകാഗ്നിയുടെ ആളുകൾക്ക് ശാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ പഠിച്ച ആ ആയത്തിന്റെ
തുടർ ബാക്കിയാണേത് ഈ 11ാമത്തെ ആയത്ത്. സത്യനിഷേധികളാകുന്ന ആളുകൾ നരകത്തിൽ വെച്ച് അവർ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും അബദ്ധങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞിങ്ങനെ വിലപിക്കും. അവർ ഞങ്ങളത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അന്നത് ചെയ്യാതെ ഞങ്ങൾ പ്രവാചകന്മാരുടെ കൽപ്പനകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകുമായിരുന്നില്ല എന്ന വിലാപം അവിടെ നടക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. ആ അവിശ്വാസികളാകുന്ന ആളുകൾ അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം. യഖൂലൂന, അവര് പറയുന്നതാണ്, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവര് വിലപിക്കും. അവര് വിലപിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മാത്രവുമല്ല, വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. അവിശ്വാസികളാകുന്ന ആളുകൾ പറയുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും ഞങ്ങൾ അവരെ അനുസരിച്ചു പോയി. ഫഅളല്ലൂന സബീല, അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രമുഖന്മാരും എല്ലാവരും ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ പ്രമാണത്തിന്റെ പിന്നാലെ പോയില്ല. അള്ളാഹു എന്താണ് പറഞ്ഞത്, റസൂലുള്ള എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രമുഖന്മാരാകുന്ന നാട്ടിലെ വലിയ പ്രമാണിമാർ, അവര് പറഞ്ഞതിനനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ജീവിച്ചപ്പോ അവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് എന്ന് ഈ അവിശ്വാസികളാകുന്ന ആളുകൾ പറയും. അള്ളാഹുവിനോട് അവർ പറയും, വീണ്ടും അള്ളാഹിനോട് അവർ പറയും, റബ്ബനാ ആതിഹിം വഅഫൈനി മിനൽ അദാബി വഅൽഅൻഹും ലഅനൻ കബീറാ. അതുകൊണ്ട് രക്ഷിതാവേ, അവർക്കിനി 2 ഇരട്ടി ശിക്ഷ നൽകുകയും അവർക്കിനി വൻശാപം ഏൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് അവർ പറയും. ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്താ അറിയോ? നാളെ പരലോകത്തുനിന്ന് അവിശ്വാസികളാകുന്ന ആളുകൾ, ഞങ്ങളുടെ പണ്ഡിതന്മാരും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രഭുക്കന്മാരാകുന്ന ആളുകൾ അവര് പറഞ്ഞപ്പോ അണ്ണാക്ക് തൊടാതെ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. അവർ ഞങ്ങളെ വഴിപിഴപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് അവരാണ് ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞത്. അതുകൊണ്ട് അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ, അവരെ നീ ശപിക്കണേ എന്ന് അള്ളാഹുവിനോട് പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് മാർഗം? അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. മറ്റാരെന്ത് പറഞ്ഞാലും പറയുന്നവർ അത് എത്ര വലിയവരാകട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അല്ല അവർ പറയുന്നതെങ്കിൽ, പ്രമാണമല്ല അവർ പറയുന്നതെങ്കിൽ, അവർ എത്ര വലിയ കുബറാക്കളായിരുന്നാലും എത്ര വലിയ നേതാക്കന്മാരായിരുന്നാലും ഒരാളെയും അനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല. നമുക്ക് കടപ്പാടുള്ളത് അള്ളാഹുവിനോടാണ്. നമുക്ക് കടപ്പാടുള്ളത് നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളയോടാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതിനപ്പുറം, അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കപ്പുറം ഏത് നേതാക്കന്മാര് പറഞ്ഞാലും എത്ര വലിയവർ പറഞ്ഞാലും അവരുടെ വാക്കുകളെ നാം സ്വീകരിക്കേണ്ടതില്ല. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും വിട്ടുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ നേതാക്കന്മാരെയും നമ്മുടെ ഉസ്താദുമാരെയും പണ്ഡിതന്മാരുടെയും പിന്നാലെ പോയാൽ തീർച്ചയായും ഞാനും നിങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കുറ്റസമ്മതം നടത്തേണ്ട, വിലപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറതുൻ വ അജ്റുൻ കബീർ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ. എങ്ങനത്തെ ആളുകളാണ്? യഖ്ശൗന, അവർ ഭയപ്പെടും, റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. എങ്ങനെയാണ് റബ്ബിനെ ഭയപ്പെടുന്നത്? ബിൽ ഗൈബി, അദൃശ്യനായ നിലയിൽ. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുന്നവരാരോ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനവും, വഅജ്റുൻ, പ്രതിഫലവും, കബീർ, വലിയ പ്രതിഫലവുമുണ്ട്. 12ാമത്തെ ആയത്ത്. അർത്ഥം മനസ്സിലായില്ലേ? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാരോ, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, തീർച്ചയായും അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. 12ാമത്തെ ആയത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത് എങ്ങനെയാണ്. നാം അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന സന്ദേശം നമുക്കറിയാം. അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. നമുക്ക് പേടി നമ്മുടെ റബ്ബിനെയാണ്. ആരും കാണുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ എന്റെയും നിങ്ങളുടെയും മനസ്സ് പോകാത്തത് എന്തുകൊണ്ടാ?
ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ നാഥൻ അറിയുന്നുണ്ട് എന്ന ബോധ്യമല്ലേ? ഈ റബ്ബിനെ നമ്മൾ കണ്ടിട്ടല്ല ഭയപ്പെടുന്നത്, പിന്നെങ്ങനെയാ ഭയപ്പെടുന്നത്? അദൃശ്യനായ നിലയിലാണ്. അള്ളാഹുവിനെ ഞാനും നിങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കൊരു ബോധ്യമുണ്ടെന്ത്? നാം കണ്ടിട്ടില്ലെങ്കിലും നമ്മെ ഇങ്ങോട്ട് കാണുന്നവനാണ് എന്ന കൃത്യമായ ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അത്തരം ആളുകൾക്ക് രണ്ട് പ്രതിഫലമാണ് ഈ ആയത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അദൃശ്യ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് വാഗ്ദാനങ്ങൾ. ഒന്ന്, അവർക്ക് പാപമോചനമുണ്ട്. രണ്ടാമത്തത് വഅജ്റുൻ കബീർ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇവിടെ പറയുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് എല്ലാവിധ തിന്മകൾ വർജിക്കുവാനും നന്മകൾ ഏതൊക്കെ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാത്തിലും ഈ നന്മകൾ സ്വീകരിക്കുവാനും തിന്മകൾ വെടിയാനും നമുക്ക് പ്രചോദനം എന്താകണം? എന്നെ എന്റെ നാഥൻ കാണുന്നുണ്ട് എന്നതിന് വേണ്ടിയാകണം നന്മ ചെയ്യുന്നത്. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട് എന്ന ബോധ്യമാകണം നന്മ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്ക് പ്രചോദനം. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കാരണത്താൽ തിന്മ ചെയ്യാതിരിക്കുക, കള്ളു കുടിക്കുന്നില്ല, കളവ് പറയുന്നില്ല, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഏതെങ്കിലും ഒരു തിന്മ നാം ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ പേടിച്ചിട്ടൊന്നുമല്ല. നാട്ടുകാരെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടോ ഒന്നിനും വേണ്ടിയാകരുത് ഒരു തിന്മയും നാം ഒഴിവാക്കുന്നത്. ഏതൊക്കെ തിന്മകൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നല്ലതാണ് എന്ന് തോന്നിയ ഒരു കാര്യം കൈകൊള്ളുമ്പോ, അത് സ്വീകരിക്കുമ്പോ അവിടെയും റഹ്മാനായ റബ്ബിന് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒരു നന്മ അത് നന്മയാണെന്ന് നമുക്കറിയാം. ആ നന്മ ചെയ്യാൻ നമുക്ക് പ്രചോദനം എന്താകണം? എന്റെ റബ്ബ് അതിന് ഒരുപാട് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഞാൻ ആ നന്മ ചെയ്യുമ്പോ എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എനിക്കതിന് പ്രതിഫലം കിട്ടുമെന്ന കൃത്യമായ ബോധ്യതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ബോധ്യതയുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് പ്രതിഫലം. ഒന്ന്, അവന്റെ പാപങ്ങൾ പൊറുക്കും. രണ്ടാമത്തത്, അവന് വലിയ പ്രതിഫലമായ സ്വർഗം അവന് ലഭിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, വഉസിലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അകലെയല്ലാത്ത വിധത്തിൽ സ്വർഗം അടുത്തുകൊണ്ടുവരപ്പെടുന്നതാണ്. അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവരും ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ കാത്തു സൂക്ഷിക്കുന്നവരുമായ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ഈ സ്വർഗം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യനായ നിലയിൽ, അതായത് അദൃശ്യനായ നിലയിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുകയും വജാഅ ബിഖൽബിൻ മുനീബ്, താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ വരികയും ചെയ്ത ആളുകളോട് പറയപ്പെടും. എന്താ പറയപ്പെടുക? ആരോട്? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യനായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളോട്. വജാഅ ബിഖൽബിൻ മുനീബ്, ഏറെ വിനയമുള്ള താഴ്മയുള്ള ഹൃദയത്തോടുകൂടി നാളെ പരലോകത്ത് വരികയും ചെയ്ത ആളുകളോട് പറയപ്പെടും. എന്താ പറയാ? ഉദ്ഖുലൂഹാ ബിസലാം, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ സമാധാനത്തോടുകൂടെ പ്രവേശിച്ചോളൂ. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് ശാശ്വത വാസത്തിനുള്ള ദിവസമാണ്. ഈ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്കിനി പുറത്തു പോകേണ്ടി വരില്ല. നിങ്ങൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ലഹും മാ യശഊന ഫീഹാ വലദൈനാ മസീദ്, തീർച്ചയായും അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് എന്തോ അതെല്ലാം ആ സ്വർഗത്തിലുണ്ട്. അതിന് പുറമെ വലദൈനാ മസീദ്, നമ്മുടെ പക്കൽ കൂടുതലായി പലതുമുണ്ട് എന്ന് ആ വിശ്വാസികളാകുന്ന ആളുകളോട് പറയും. ആരോടാ പറയാ? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യനായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളോട്. അതാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യനായ നിലയിൽ ഭയപ്പെടുന്നവരാരോ അവർക്ക് പാപമോചനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അഥവാ വലിയ പ്രതിഫലേത, ഏറ്റവും വലിയ പ്രതിഫലേത സ്വർഗമാണ്. അവർക്ക് സ്വർഗമുണ്ട്, സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണേ. അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യം ഏത് സമയത്തും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണേ എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് 12ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. തുടർന്ന് വീണ്ടും അള്ളാഹു പറയാം, വഅസിറു ഖൗലകും ബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. വഅസിറു ഖൗലകും, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കുക. ഖൗലകും, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കുക.
അവിജ്ഹറൂ ബിഹി, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ പരസ്യമാക്കുക, രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യാം. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, തീർച്ചയായും ഇന്നഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമുൻ അറിയുന്നവനാണ്, ബിദാത്തി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് പോലും അറിയുന്നവനാണവൻ. ഈ ആയത്തിറങ്ങിയത് 13ാമത്തെ ആയത്ത്, വഅസിറു ഖൗലകും വജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യുക, തീർച്ചയായും അല്ലാഹു ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നവനാകുന്നു എന്ന ആയത്ത് ഇറങ്ങാൻ മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുമുല്ലാ കൃത്യമായി പറഞ്ഞു. ഈ ആയത്തിറങ്ങാൻ കാനൂ യനാലൂന മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും മക്കയിലെ കുഫാറുകൾ നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബി തങ്ങളെ ആക്രമിച്ചു. അവർ നബി തങ്ങളെ ഇല്ലാതെയാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും മക്കയിലെ മുശ്രിക്കുകൾ നടത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൃത്യമായി അതിന്റെ വാർത്തകൾ എത്തിച്ചു കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട പ്രവാചകനെ വധിക്കാനും ഇല്ലാതെയാക്കാനും അവർ ഗൂഢാലോചന നടത്തുന്നതും അതിനുവേണ്ടി ചർച്ചകൾ നടത്തുന്നതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ മുശ്രിക്കുകൾ പരസ്പരം പറഞ്ഞൊരു വാചകം ചരിത്രത്തിൽ കാണാം. മുഹമ്മദിന്റെ റബ്ബ്, മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന ആ റബ്ബ് കേൾക്കാതിരിക്കാനായി നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ പതുക്കെയാക്കണം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉള്ള വർത്താനൊക്കെ ഒന്ന് പതുക്കെയാക്കുക. അങ്ങനെ പതുക്കെയാക്കിയാൽ മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന റബ്ബ്, ആ റബ്ബിനെ കേൾക്കാൻ കഴിയൂല, അതുകൊണ്ട് നിങ്ങളെ വർത്താനൊക്കെ ഒന്ന് പതുക്കെയാക്കൂ എന്ന് മുശ്രിക്കുകൾ പറയുമായിരുന്നു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ഇറക്കിയത്. ഏത്? വഅസിറു ഖൗലകും വജ്ഹറൂ ബി, നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് രഹസ്യമാക്കുകയോ നിങ്ങൾ പരസ്യമാക്കുകയോ ചെയ്തുകൊള്ളുക, അത് നിങ്ങൾ ഇഷ്ടം പോലെ ആക്കിക്കോ. കാരണം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് പോലും അറിയുന്നുണ്ട്. മനസ്സിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണവൻ. അങ്ങനെയുള്ള റബ്ബിന്റെ അരികെ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾ ചെറുതാക്കി എന്നതുകൊണ്ട്, അത് ഒച്ചയില്ലാതെയാക്കി ശബ്ദം കുറച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ കേൾപ്പിക്കാതിരിക്കുവാനോ മറ്റോ നിങ്ങൾക്ക് കഴിയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല ഒന്നുകൂടെ അത് പറഞ്ഞു. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമന്മാരാണ്. നിങ്ങൾ രഹസ്യമായി സംസാരിച്ചാലും പരസ്യമായി സംസാരിച്ചാലും രാത്രി നിങ്ങൾ ആരും കാണാതെ ഒളിച്ചിരുന്നാലും അവനെയും അല്ലാഹു കാണുന്നുണ്ട്. പകലിൽ പുറത്തിറങ്ങി വെളിച്ചത്തോടെ ഇങ്ങനെ നടക്കുന്നവരെയും അല്ലാഹു കാണുന്നുണ്ട്. രഹസ്യമായി പറഞ്ഞാൽ അതും അല്ലാഹു കേൾക്കും, പരസ്യമായി ഉറക്കെ പറഞ്ഞാൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അഥവാ രഹസ്യവും പരസ്യവുമായ എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും എല്ലാ ഉദ്ദേശങ്ങളും വിചാരങ്ങളും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധം മനുഷ്യരെ നിങ്ങൾക്കുണ്ടാകണേ. ആ ഒരു ചിന്തയോടുകൂടെയാകണം ലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന കൃത്യമായ സൂചനയാണ്, കൃത്യമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. യഅലമു മാ ഫിസ് സമാവാതി വൽ അർള് വയഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അല്ലാഹു അറിയുന്നു. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് പോലും അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഒരു ബോധ്യവും നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ആരും കാണാതെ ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന, നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ, നമ്മൾ കാണുന്ന വീഡിയോകൾ എല്ലാം ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധം, ആ നിലക്ക് വൈബിയായി റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് മഗ്ഫിറത്തുള്ളത്, അവർക്ക് അജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്ന് 14ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, അലാ യഅലമു അറിയുകയില്ലേ, മൻ ഖലഖ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. 14ാമത്തെ വചനം ഒരു ചോദ്യമാണ്. ആരോട്? എന്നോടും നിങ്ങളോടും. അല്ലാഹു കാണൂല, ആരും കാണുന്നില്ല എന്ന ആ ഒരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആരും കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട്, ആരറിയുന്നുണ്ട്, ആര് കേൾക്കുന്നുണ്ട്? അല്ലാഹു കേൾക്കുന്നുണ്ട്. ഒരു ചോദ്യമാണ് എന്നോട് നിങ്ങളോട്. അലാ യഅലമു അറിയുന്നില്ലേ, അറിയുകയില്ലേ, മൻ ഖലഖ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അറിയുകയില്ലേ,
വഹുവ അവൻ അൽ ലത്തീഫുൽ ഖബീർ, എല്ലാ നിഗൂഢ രഹസ്യങ്ങളും അറിയുന്ന, സൂക്ഷ്മമായി എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ? അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മമായ വിജ്ഞാനിയുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു എന്ന് പറയുന്നതിൽ അതിൽ യാതൊരു അതിശയോക്തിയുടെയും നിങ്ങൾക്ക് വേണ്ടതില്ല. എങ്ങനെ? ഹൃദയത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾക്ക് തോന്നിയിട്ട് മാത്രമേ ഉള്ളൂ, നമ്മൾ വിചാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വിചാരിച്ച കാര്യം ആരറിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അങ്ങനെ അറിയുമെന്ന് പിന്നെ കരുതുന്നതിൽ ഒരു അതിശയോക്തിയൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? നിങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളുടെ കൈകാലുകൾ സൃഷ്ടിച്ചതും സൃഷ്ടാവ് റഹ്മാനായ റബ്ബല്ലേ. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല, അതിന് യാതൊരു പ്രയാസവുമില്ല എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് 14-ാമത്തെ ആയത്തിൽ. ലത്തീഫ് ഖബീർ എന്നത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് അൽ ലത്തീഫ് അള്ളാഹുവിന്റെ നാമമാണല്ലോ, നമുക്കറിയാം. ലത്തീഫ് എന്ന് പറയുന്നതും ഖബീർ എന്ന് പറയുന്നതും റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളാണ്. ലത്തീഫ് എന്ന് പറഞ്ഞ നിഗൂഢമായ കാര്യങ്ങൾ, ആരും അറിയാതെ മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ആ നിഗൂഢമായ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി അറിയുകയും അതിനനുസരിച്ച് കൊണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നാണ് ലത്തീഫ് എന്നതിന്റെ അർത്ഥം. ഖബീർ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ സൂക്ഷ്മമായ വശങ്ങളെ, ഏതൊരു വസ്തുവിന്റെയും അതിന്റെ എല്ലാ വശങ്ങളെയും സൂക്ഷ്മമായി അറിയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നവൻ എന്താണ് ഖബീർ എന്നതിന്റെ അർത്ഥം. അങ്ങനത്തെ ലത്തീഫും ഖബീറുമായ ആ റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ ആ റബ്ബിന് നിങ്ങൾ ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയാൻ അവന് കഴിയും. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് പോലും അവന് മനസ്സിലാക്കാൻ കഴിയും. ലാ തുദ്രികുൽ അബ്സ്വാറു വഹുവ യുദ്രികുൽ അബ്സ്വാറു, കണ്ണുകൾ ഒരിക്കലും അവനെ കണ്ടെത്തുകയില്ല. നമുക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല, ആരും കണ്ടിട്ടില്ല. എന്നാൽ കണ്ണുകളെ അവൻ കണ്ടെത്തും. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ നമ്മെ കണ്ടെത്തും. അവൻ സൂക്ഷ്മജ്ഞാനിയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദൃശ്യമായ നിലയിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ പേടിച്ചുകൊണ്ട്, നാഥനെ ഭയപ്പെട്ടുകൊണ്ട്, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ നാഥനെ ഭയപ്പെട്ടുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ആ മഗ്ഫിറത്തും അജ്റുൻ കബീറായ സ്വർഗ്ഗവും നേടിയെടുക്കുവാൻ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.